ഹായ്, എല്ലാവർക്കും നമസ്കാരം. വീക്കെൻഡ് എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ലേഡി കണ്ടസ്റ്റന്റ് അൻസിബയാണെന്ന് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്ക് മനസ്സിലായി കഴിഞ്ഞു. കാരണം നമുക്കറിയാം, ഓരോ വീക്കെൻഡ് എപ്പിസോഡുകൾ കഴിയുമ്പോഴും പലരെയും വളരെ ശക്തമായി വിമർശിക്കുന്ന ലാലേട്ടനെയും ലാലേട്ടൻ്റെ വിമർശനങ്ങൾ താങ്ങാൻ കഴിയാതെ അലറിക്കരിയുകയും ബഹളം വെക്കുകയും കിറ്റിത് പോകണമെന്ന് പറയുകയും ചെയ്യുന്ന മറ്റ് കണ്ടസ്റ്റൻസുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വിമർശനങ്ങളെയൊക്കെ നേരിട്ട അൻസിബയാണ് നമുക്ക് ഈ കഴിഞ്ഞ 2 ദിവസം കാണാൻ കഴിഞ്ഞത്. ശക്തമായ കാരണമില്ലാതെ അൻസിബയെ വളരെയധികം വിമർശിക്കുന്ന എപ്പിസോഡുകളായിരുന്നു കഴിഞ്ഞ 2 ദിവസവും. കാരണം ഹോട്ടൽ ടാസ്ക് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, മുന്നത്തെ സീസണുകളിലൊക്കെ കണ്ടു. ഒരു 5 സ്റ്റാർ ഹോട്ടല് അല്ലെങ്കിൽ ഒരു നക്ഷത്ര ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വളരെയധികം ഡിസിപ്ലിൻ ആവശ്യമാണ്. കാരണം വളരെ VIP കളായിട്ടുള്ള ഗസ്റ്റുകളായിരിക്കും ഉണ്ടാവുക. അവർക്കൊന്നും ഒരു തരത്തിലും ഒരു ശല്യവും ഉണ്ടാവാതെ അവരുടെ ആവശ്യങ്ങൾ ആ അച്ചടക്കത്തോടു കൂടി നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു നക്ഷത്ര ഹോട്ടലിനെ സംബന്ധിച്ചിട്ട് ഉള്ള കാര്യം. അതാണ് അൻസിബ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് അൻസിബ പറയുന്നുണ്ട്. അതാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്, ഞാൻ അതിനാണ് ശ്രമിച്ചതെന്ന്. അപ്പൊ അപ്സരയും കൂട്ടരും പറയുന്നത് ഞങ്ങളെ പെർഫോം ചെയ്യാൻ സമ്മതിച്ചില്ല, ഞങ്ങളുടെ അവസരങ്ങൾ നിഷേധിച്ചു, ഞങ്ങൾ ഓരോ തവണ ഗസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അവിടുന്ന് മാറ അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി എന്നൊക്കെയാണ് അപ്സരയും കൂട്ടരും പറയുന്നത്. ഗസ്റ്റുകളും അത് തന്നെ പറയുന്നു. പിന്നെ അൻസിബയും ഋഷിയാണ് തെറ്റ് ചെയ്തത്. അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന നോറയെയും റസ്മിനെയും വരെ അവർ ഒഴിവാക്കിയിട്ട് ഇവരെ 3 അഭിഷേകിനെയും പിന്നെ റസ്മിനെയും ഋഷിയെയും ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത്. ഋഷിയുടെ മാക്സിമം HR കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെ പറയുന്നതൊന്നും മാനേജ്മെന്റോ HR പറയുന്നതൊന്നും അനുസരിക്കാത്ത കുറേ പരിചാരകര്, അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റും മറ്റുള്ളവർക്കൊക്കെ അവരെ അനുസരിപ്പിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ ഒരു ബാഡ് സർട്ടിഫിക്കറ്റുമാണ് കൊടുത്തത്. അത് ഭൂരിഭാഗം പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ട്. ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അൻസിബയും ഋഷിയും വഴക്ക് പറഞ്ഞ മാതിരിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് പ്രത്യേകിച്ച് ജാസ്മിന്റെയും അപ്സരയുടെയും മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും അവർക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ അൻസിബേനെ വഴക്ക് പറഞ്ഞപ്പോൾ. അപ്പോൾ അൻസിബ മുന്നോട്ട് കയറി വരുന്നുണ്ടോ, ഇവരെക്കാളൊക്കെ പ്രേക്ഷക പ്രീതി അൻസിബയ്ക്ക് ഉണ്ടോ എന്നൊരു തോന്നല് ജാസ്മിനെയും അപ്സരയ്ക്കും, പ്രത്യേകിച്ച് അപ്സരയ്ക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്സരയേക്കാൾ മേലേക്ക് വരുന്നുണ്ടോ പിന്നെ ഈ കുട്ടി എന്നുള്ളത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഗബ്രി പോയ എപ്പിസോഡിൽ ശരിക്കും അൻസിബ പോകുന്നതാണ് അൻസിബ വരെ കരുതിയത്. അപ്പൊ അൻസിബ അവിടെ നിലനിൽക്കുകയും ഗബ്രി പോവുകയും ചെയ്തതോട് കൂടിയിട്ട് മറ്റുള്ള പലർക്കും അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ട്, ഞങ്ങളെക്കാൾ മേലെയാണോ ഈ കുട്ടി, പ്രേക്ഷക പ്രീതി നേടിയിട്ടുണ്ടോ എന്നൊരു തോന്നൽ. അപ്പൊ അത് ഇടിച്ച് താഴ്ത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു കുറ്റം ഈ കുട്ടിയുടെ മേത്ത് കെട്ടിവെക്കണം എന്നുള്ളൊരു തലത്തിലേക്കാണ് ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗസ്റ്റ് വരെ അൻസിബയ്ക്ക് എതിരായിട്ടും ഋഷിക്കെതിരായിട്ടും സംസാരിച്ചത് വളരെ മോശമായി പോയി എന്ന് പറയാം. കാരണം ഇവരൊക്കെ വലിയ നക്ഷത്ര ഹോട്ടലുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. ഏതെങ്കിലും അങ്ങനെയുള്ള ഹോട്ടലുകളിൽ പരിചാരകർ അങ്ങോട്ട് ചെന്നിട്ട് ഡാൻസ് ചെയ്യട്ടെ, പാട്ട് പാടട്ടെ, നിങ്ങൾക്ക് അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ച് ഏത് നേരം ഡിസ്റ്റർബ് ചെയ്യാറുണ്ടോ? ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഹോട്ടലിൽ പിന്നെ താമസിക്കുമോ? നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത് സുഖമായി താമസിക്കാൻ വേണ്ടി പോകുന്നതാണ്, അല്ലാതെ മറ്റുള്ളവരെ ശല്യം ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പോണതല്ലല്ലോ. ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഓരോരുത്തരും ചെന്നിട്ട് ഞാൻ അങ്ങനെ അത് ചെയ്യട്ടെ, ഞാൻ ഇത് ചെയ്യട്ടെ, അപ്പോൾ ഇവരിത് വിലക്കും. അങ്ങനെ ചെയ്യരുത്, ഗസ്റ്റിനെ ശല്യപ്പെടുത്തരുതെന്ന് പറയാം. അതാണ് ശരിക്കും ഒരു ഹോട്ടലിന്റെ നടത്തിപ്പുകാർ ചെയ്യുക, ഗസ്റ്റിനെ ശല്യപ്പെടുത്തരുതെന്ന് പറയാം. അതിന് പകരം ഈ ശല്യപ്പെടുത്തിയവരെ വലിയ സംഭവമായി കണക്കാക്കിയിട്ട് അവർ പെർഫോം ചെയ്യാൻ സമ്മതിച്ചില്ല എന്നുള്ളൊരു തരത്തിലേക്ക് കൊണ്ടുവന്നു കാര്യങ്ങൾ. നമ്മളൊക്കെ താമസിക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് ജോയിൻ ചെയ്യും. അല്ല പ്രത്യേകമായിട്ട് ഈ ഗസ്റ്റിന് വലിയ VIP ഗസ്റ്റുകളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം രാജാവും രാജ്ഞിയൊക്കെ വന്ന് താമസിക്കുന്ന സമയത്താണെങ്കിൽ അവരോട് ചോദിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഗ്രാമാണ് കാണേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് അവർ വന്ന് കാണുക ചെയ്യുക. ഇത് അതിനു പകരം എന്തൊക്കെയോ നാടകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തിയിട്ട് പരസ്പരമുള്ള വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ഈ ഒരു ടാസ്കിൽ തീർത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. എന്ത് തന്നെയായാലും അൻസിബ വളരെ സ്ട്രോങ് ആണ്. കരയെ ബഹളം വെക്കുകയോ ഒന്നും ചെയ്തില്ല. ആ കുട്ടി ചോദിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഒരു ഹോട്ടൽ എങ്ങനെയാണോ ആ രീതിയിൽ നടത്താനാണ് ശ്രമിച്ചത്, ഡിസിപ്ലിനായിട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്, അതാണോ ഇത്ര വലിയ തെറ്റെന്ന് ചോദിക്കുന്നുണ്ട്. ജാസ്മിനെ കയറി അടിച്ചിട്ട് അതിന് ഇത്രയും വിമർശനം കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ഹോട്ടൽ നടത്തിപ്പുകാരിയായിട്ടുള്ള അൻസിബയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫയറിങ് കിട്ടിയത്. ശരിക്കും ഏറ്റവും കൂടുതൽ ഫയർ ചെയ്യേണ്ടത് ആരെയാണ്? റസ്മിനെയാണ്. ഒരു പിന്നെ കയ്യാങ്കളി നടത്തിയ ആളാണ് അല്ലെ. റോക്കി ചെയ്തതുപോലെ ഒരു തെറ്റ് ചെയ്ത ആളാണ്. റോക്കി പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പുറത്തു പോകേണ്ട ആളായിരുന്നു റസ്മിനും.
അല്ലെ, ഒരു പെൺകുണ്ട പോലെയാണ് അവിടെ പെരുമാറിയത് റസ്മിന. അപ്പൊ റസ്മിനെ ആയിരുന്നു പിടിച്ച് പുറത്താക്കേണ്ടിയിരുന്നു, വഴക്ക് പറയേണ്ടിയിരുന്നു. പക്ഷെ റസ്മിനെ തലോടി തഴുകി, അയ്യോ മോളെ ചക്കരെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാതെ ഞങ്ങൾ ഇത് തന്നു എന്ന് പറഞ്ഞൊരു യെല്ലോ കാർഡ് കാണിച്ചു. അതിലെന്താ അർത്ഥമുള്ളൂ? ഒരു കാര്യമില്ല. മറ്റുള്ളവരെ പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ ഒരു യെല്ലോ കാർഡ് കൊടുത്തു എന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഇവര് പറയുന്നുണ്ടല്ലോ ഫിസിക്കൽ അസാൾട്ട് നടന്ന അപ്പ പിടിച്ച് പുറത്താക്കുന്ന. അപ്പോൾ ഫിസിക്കൽ അസാൾട്ട്, യഥാർത്ഥ ഫിസിക്കൽ അസാൾട്ട് നടന്നിട്ട് അവിടെ പിടിച്ച് പുറത്താക്കുക ഒന്നും ചെയ്തിട്ടില്ല. അവരെയൊക്കെ തഴുകി തലോടുന്നൊരു സമീപനമാണ്. എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾക്ക് ഫയറിങ്ങും. അത് മനസ്സിലായിട്ട് ആ കുട്ടി അത് പിടിച്ചു നിന്ന് കരയെ ബഹളം വെക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ സ്ട്രോങ് ആയിട്ട് അതിനോട് പ്രതികരിച്ചു. ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിൽ പോലും പുറത്ത് ചിരിച്ചിട്ട്, ലൈവിലൊക്കെ നമ്മൾ കണ്ടതാണ്, ചിരിച്ച് ക്യാമറയുടെ മുന്നിൽ പോയിരുന്ന അൻസിബ അതാണെന്ന് നടന്നത്, അൻസിബ ഫ്രൈ, അൻസിബ കറി ഒക്കെ ഉണ്ടായിരുന്നു ഒന്നെന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് പറയുന്ന അൻസിബയെ നമ്മൾ കണ്ടു. പക്ഷെ അതിന് വിഷമമുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റോർ റൂമിൽ പോയിട്ട് അടക്കി പിടിച്ച് നിൽക്കുന്ന അൻസിബയെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഉള്ളില് ഭയങ്കരമായിട്ട് വിങ്ങി പൊട്ടുമ്പോഴും പുറത്തത് പ്രകടിപ്പിക്കാതെ വളരെ ചിരിച്ച് കളിച്ച് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സീസണിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ലേഡി കണ്ടസ്റ്റന്റ് അൻസിബയാണെന്ന് പറയേണ്ടി വരും. കാരണം ഏതൊരാളാണെങ്കിലും ഇങ്ങനൊരു സാഹചര്യത്തിൽ പൊട്ടിപ്പോകും. കാരണം തന്റെ ഭാഗത്തൊരു തെറ്റും ഇല്ല എന്ന് അറിഞ്ഞിട്ട് കൂടി, പിന്നെ പ്രത്യേകിച്ച് ശ്വേതാ മേനോൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, അൻസിബയെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്, അവരൊരു ഫീൽഡല്ലേ, തീർച്ചയായും പരിചയം കാണുന്നുണ്ട്. എന്നിട്ട് പോലും മറ്റുള്ളവരെ എൻ്റെ അടുത്ത് വന്ന് സഹകരിച്ചതുപോലെ അൻസിബ സഹകരിച്ചില്ലാന്ന്. അൻസിബ ഹോട്ടലിന്റെ മാനേജറാണ്. അവിടെ പോയിട്ട് ഗസ്റ്റിന്റെ അടുത്ത് ഏതു നേരം പോയിട്ട് ഇരുന്ന് സൊള്ളാനും സൊറ പറയാനും അല്ല അവർക്ക് നേരം. ഹോട്ടൽ നടത്തിപ്പാണ് അവരുടെ ജോലി, അല്ലെ? അതാണ് മാനേജ് ചെയ്യേണ്ടത്. അതിന് പകരം ഗസ്റ്റിന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് പഞ്ചാരടിക്കലല്ല പണി. അപ്പൊ പിന്നെ പൊതുവെ നമുക്കറിയാം, പിന്നെ ഈ പറഞ്ഞ പോലെ അൻസിബയുടെ സ്വഭാവം ബിഗ് ബോസ് ഹൗസിനോട് കയറി അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെയാണ്, ഒരു മാറ്റവും ഇല്ല. ചില ആളുകൾ അങ്ങനെ അധികം ആളുകളോട് ഇടിച്ചു കയറി സംസാരിക്കുകയെ, ഒരു കൂട്ടം കൂടി ഇരിക്കുന്നവിടെ പോയി ഇടിച്ചു കയറി ഇരിക്കുക, അനാവശ്യ വർത്താനങ്ങൾ പറയുക ഒക്കെ ചെയ്യാത്തവരായിരിക്കും. ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അൻസിബയുടേത്. ആവശ്യമുള്ള സ്ഥലങ്ങൾ മാത്രം, വേണ്ടപ്പോൾ മാത്രം പ്രതികരിക്കുക എന്നുള്ളൊരു സ്വഭാവമാണ്. എല്ലാവർക്കും ഇപ്പോൾ ശ്വേതാ മേനോനെ പോലെ പൊട്ടിച്ചിരിച്ച് കെട്ടിപ്പിടിച്ച് നടക്കാൻ കഴിയില്ലല്ലോ. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. ആ ഒരു സ്വഭാവത്തിലുള്ള കുട്ടിയായിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സണൽ കാര്യങ്ങൾ വരെ എടുത്തിട്ട് ആ കുട്ടീനെ ഇൻസൾട്ട് ചെയ്യുന്നത് കൊണ്ട്, അറിയാവുന്ന കുട്ടിയായിട്ട് പോലും എന്നോട് അങ്ങനെ ഇതായില്ല എന്നുള്ള രീതിയിൽ, അതൊന്നും ഈ ഹോട്ടൽ ടാസ്കിനെ ബാധിക്കുന്ന സംഗതികളല്ല. പക്ഷെ അതൊക്കെ എടുത്തിട്ട് പോലും ആ കുട്ടിയെ വിമർശിച്ചു. അപ്പോൾ ഏത് നോർമലായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിലും ആ സമയത്തൊക്കെ തകർന്നു പോകും. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ജീവിത സാഹചര്യത്തിൽ അത് ഇതുപോലെയുള്ള പല ദുർഘടസന്ധികളെയും പ്രതിസന്ധികളെയും നേരിട്ട് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. വിഷമങ്ങളും ഇൻസൾട്ടുകളും സങ്കടങ്ങളും ഒക്കെ നേരിട്ട് അതിന് ശീലമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വിഷമങ്ങളും അതിൻ്റെ ഫീലിങ്സും ഒന്നും പുറത്ത് കാണിക്കാതെ അങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എവിടെയായാലും വിജയിക്കും. കാരണം താഴ്ന്നു കൊടുക്കേണ്ടവിടെ താഴ്ന്നു കൊടുക്കാനും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും, സഹിക്കേണ്ടവിടെ സഹിക്കാനും, ഭയങ്കരമായിട്ട് പ്രകോപിതയാവാതിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഏത് ഫീൽഡിലായാലും പിടിച്ചു നിന്ന് പോകും. മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്ന് തളർത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അൻസിബ എന്നുള്ളത് മനസ്സിലാവും. ഒരുപാട് പേര് അൻസിബയെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ട്, പ്രത്യേകിച്ച് ജാസ്മിൻ ഫാൻസ്. പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്നത്തെ എപ്പിസോഡ് കണ്ടതോടുകൂടി കുറേ അധികം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അൻസിബ അത്ര നിസ്സാരക്കാരിയായിട്ടുള്ള ഒരാളൊന്നും അല്ല. അങ്ങനെ വളരെ പാവമായിട്ടിരിക്കുന്നെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്നുള്ളത് ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ എപ്പിസോഡോടുകൂടി ആ കുട്ടി തെളിയിച്ചു. അതുപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റന്റുകളെല്ലാം തന്നെ ആ കുട്ടിയെ കണ്ടുപഠിക്കണം. കാരണം ഇവരെല്ലാവരും ആ കുട്ടി കരയുന്നതും വഴക്കുണ്ടാക്കുന്നതും അലറുന്നതും കിറ്റിത് പോകണമെന്ന് പറയുന്നതും ഒക്കെ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാകുന്നു അപ്സരയും ജാസ്മിനും ഒക്കെ. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ഈ കുട്ടിയെ വഴക്ക് പറഞ്ഞപ്പോൾ സന്തോഷിച്ച ആൾക്കാർ. അവരുടെ മുഖം കണ്ടാൽ തന്നെ എന്തൊരു സന്തോഷമായിരുന്നു അപ്സരയ്ക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടക്കാത്തതിലൊരു നിരാശ അവർക്കുണ്ടാവും. അവർക്ക് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ടാവും അത്രയും പെട്ടെന്ന് അൻസിബേനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത്. ഋഷി അൻസിബ കൂട്ടുകെട്ട് ഒരുവിധ ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്നത് കാരണം വളരെ നല്ല രീതിയിലൊരു കൂട്ടുകെട്ടാണ്. ജനങ്ങൾക്ക് വെറുപ്പ് നൽകാത്ത ഒരു കോംബോയാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ വളരെ ഇഷ്ടമാവും അവരുടെ ഒരു കൂട്ടുകെട്ട് എന്നുള്ളതാണ്. ഇനി വരുന്ന ആഴ്ചയിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയ ടോപ്പ് 5 വരാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് അൻസിബ. കാരണം ആ കുട്ടി അവിടെ ഓരോരുത്തരെയും വിലയിരുത്തിയിട്ടുണ്ട്. ഓരോരുത്തരെയും എങ്ങനെയാണ് എന്താണ് ഓരോരുത്തരുടെയും ക്യാരക്ടർ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വേണ്ടതും അതാണ്. മറ്റ് മത്സരാർത്ഥികളെ കുറിച്ച് തികഞ്ഞ ഒരു ധാരണ ഉണ്ടാവുക. പുറത്ത് പ്രേക്ഷകർ എന്താണ് ഇവരെ കുറിച്ച് വിലയിരുത്തിയിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ടും കഴിയുന്ന കാര്യമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൻസിബയ്ക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പ് 5 വരാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്ക് ബിഗ് ബോസിൻ്റെതായിട്ടുള്ള തിരിമറികളൊന്നും നടന്നിട്ടില്ലെങ്കിൽ വളരെ ശക്തിയായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്
കണ്ടസ്റ്റന്റ് തന്നെയാണ്.